നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണല്ലേ. എന്നാൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള 2 മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. ഏതാണ് ആ മെത്തേഡുകൾ, എങ്ങനെയൊക്കെയാണ് അത് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ കാണാറുണ്ട് കൈവെള്ള കൊണ്ട് ഇങ്ങനെ തടവി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആകുന്നത്. പക്ഷേ ഇവിടെ സ്ക്രീൻഷോട്ട് ആകുന്നില്ല, കണ്ടോ. അതിനായിട്ട് സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിനായിട്ട് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഷൻ ആൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാം സ്വൈപ്പ് ടു ക്യാപ്ചർ എന്ന ഭാഗം ഓഫിൽ കിടക്കുന്നതായി കാണാൻ സാധിക്കും. അത് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ കൈവെള്ള കൊണ്ട് തടവിയാൽ സ്ക്രീൻഷോട്ട് ആവും. കണ്ടോ, സ്ക്രീൻഷോട്ട് ആകുന്നുണ്ട്. മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതാ ഞാനിപ്പോൾ ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. കണ്ടോ, വളരെ എളുപ്പമാണ്. എന്നാൽ അതിനേക്കാളും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമുണ്ട്. അത് ഏതാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അതിനായിട്ട് നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡെക്സ്റ്ററിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അസിസ്റ്റൻറ്റ് മെനു എന്ന ഭാഗം ഓഫിലാണ് ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഐക്കൺ സ്ക്രീനിൽ വന്നിട്ടുണ്ടാകും. തീർന്നില്ല. അസിസ്റ്റൻറ്റ് മെനു എന്ന ഈ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെലക്ട് അസിസ്റ്റൻറ്റ് മെനു ഐറ്റംസ് എന്ന ഈ ഒരു എഴുത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ഐക്കൺ അസിസ്റ്റൻറ്റ് മെനുവിൽ ഉള്ളത് കാണാൻ സാധിക്കും. ഇല്ലാത്തത് നമുക്ക് താഴെ നിന്ന് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുവരാനും ഉള്ളത് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ഒഴിവാക്കി കളയാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒഴിവാക്കാണ്. സ്ക്രീൻഷോട്ട് മാത്രമാണ് ഞാനിവിടെ വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ സ്ക്രീൻഷോട്ട് മാത്രം വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ആ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. എവിടെയാണ് നിങ്ങൾക്ക് എളുപ്പം അവിടെ വെക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. കണ്ടോ, സ്ക്രീൻഷോട്ടായി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഈ ഒരു ഐക്കൺ മാത്രം മതി. ഏത് ഭാഗവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഞാൻ ടച്ച് ചെയ്യാണ്. കണ്ടോ, ഉടനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം മൊബൈലിൻ്റെ ഏത് ഭാഗവും. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വളരെ എളുപ്പമായിട്ടുള്ള ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഒരു മാർഗ്ഗം. ഇത് പല ആളുകൾക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഈ രൂപത്തിൽ ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ആ ഐക്കൺ ഇവിടെയുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ ഇതാണ് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. കണ്ടോ, സ്ക്രീൻഷോട്ടായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതിലെ രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കാത്തത് തന്നെയായിരിക്കും അല്ലേ. എന്തായാലും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.